ഈ ക്ഷേമരാഷ്ട്രം ഉണ്ടാവണമെങ്കിൽ സഞ്ജയൻ പറയാണ് അവിടെ രണ്ട് ഘടകങ്ങൾ വേണം. ഒന്ന് യോഗേശ്വരനായ കൃഷ്ണൻ, രണ്ട് ധനുർധരനായ പാർത്ഥൻ. ഏത് കൃഷ്ണൻ? ഉണ്ണികൃഷ്ണനുണ്ട്, വെണ്ണകൃഷ്ണനുണ്ട്, ഗോപീകൃഷ്ണനുണ്ട്, ഗോപാലകൃഷ്ണനുണ്ട്. കൃഷ്ണൻ അനേക ഭാവങ്ങളുണ്ട്. ഓരോ കൃഷ്ണഭാവവും നമുക്ക് പാഠങ്ങൾ നൽകുന്നുമുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞത് യോഗേശ്വരനായ കൃഷ്ണനാണ്. ആ യോഗേശ്വരനായ കൃഷ്ണന്റെ സുമനോഹരമായ ചിത്രം മധുസൂദന സരസ്വതി സ്വാമികൾ വരച്ചു വെച്ചിട്ടുണ്ട്. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ. ഭക്തിയോഗത്തിന്റെ, കർമ്മയോഗത്തിന്റെ, ജ്ഞാനയോഗത്തിന്റെ മൂർത്തിമത് ഭാവമായ കൃഷ്ണൻ യോഗേശ്വരൻ, വേദമൂർത്തി, ബ്രഹ്മ തേജസ്, അറിവിന്റെ ആൾരൂപം. ആ കൃഷ്ണൻ മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ആ കൃഷ്ണൻ ഒരിക്കലും ഭാരതത്തിൽ ഇല്ലാണ്ടായിട്ടില്ല. എന്നിട്ട് പിന്നെ നമ്മൾ എങ്ങനെ അടിമകളായി? അവിടെയാണ് രണ്ടാമത്തെ ഘടകം. പാർത്ഥൻ വേണം, അർജുനൻ. ഏതർജുനൻ? നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി തന്റെ കർമ്മോപാധിയെ താഴെ വെച്ച് എന്നെ ഒന്നിനും കൊള്ളില്ലേ, ഞാനൊരു പാവാണേ, ഇങ്ങനെ ജീവിച്ചു പോണേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന പാർത്ഥനല്ല. പിന്നെയോ